അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈനൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധമായ റമളാനിന്റെ പവിത്രമായ ദിനങ്ങൾ ഇനി കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് അവശേഷിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ള ദിനങ്ങളിൽ പരിപൂർണമായി നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ഇന്ന് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കുറേ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നോട് പലരും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്, ഇത്രയും രൂപ കടങ്ങളുണ്ട്, എങ്ങനെയാണ് വീട്ടുക എന്ന ഒരു വഴിയും ഇല്ല, അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് പലരും ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വലിയ കടമാണെങ്കിലും അത് വീട്ടാൻ അള്ളാഹുവിന് വലിയ പ്രയാസമുള്ള കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഉള്ള കടങ്ങൾ പരിപൂർണമായി വീട്ടാനുള്ള വഴികൾ തുറന്നു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ഏത് കടമാണെങ്കിലും എളുപ്പത്തിൽ വീട്ടാനുള്ള നാം ചെയ്യാനുള്ള ഒരു ദിക്റുകളും ദുആഉമാണ് എന്ന് പറയുന്നത്. ഇത് നല്ല വിശ്വാസത്തോടുകൂടെ ചെയ്താൽ ഇൻഷാ അല്ലാഹു തആല അതിന് ഫലം തരിക തന്നെ ചെയ്യുന്നതാണ് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഈ കാര്യങ്ങൾ കൃത്യമായി വിശ്വാസത്തോടുകൂടെ ചുരുങ്ങിയത് 7 ദിവസം ചെയ്യുക, കഴിയുന്നവരൊക്കെ 41 ദിവസം പതിവാക്കലാണ് നല്ലത്. ഞാൻ പറയാൻ പോകുന്ന ഈ സൂറത്ത് പാവപ്പെട്ടവർക്കുള്ള ഒരു നിധിയും ദുർബലരായ ആളുകൾക്ക് നല്ല ശക്തിയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾക്ക് പ്രതിരോധവുമാണ്. ഇത് ഓതുന്ന ഒരാളും ദുനിയാവിൻ്റെയോ ദീനിൻ്റെയോ കാര്യത്തിൽ ഒരു പരാതിയും പറയേണ്ടി വരില്ല. അല്ലാഹു തആല അവനിക്ക് നല്ല ആശ്വാസം നൽകുന്നതാണ്. ഇത് ഓതേണ്ടത് വുളു എടുത്തുകൊണ്ട് ഖിബ്ലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട്, ആദ്യം ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ, പിന്നെ നബി തങ്ങളുടെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ, നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ, ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ, മറ്റ് ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ തുടങ്ങിയവരുടെ പേരിൽ ഒരു ഫാത്തിഹ, സ്വന്തം കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ, കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ഒരു ഫാത്തിഹ, അഹ്ലു തരീഖത്തിന്റെ പേരിൽ ഒരു ഫാത്തിഹ. അങ്ങനെ 7 ഫാത്തിഹ ഓതി ശേഷം നബിതങ്ങളുടെ പേരിൽ 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك എന്ന സ്വലാത്ത് 11 വട്ടം ചൊല്ലിയ ശേഷം സൂറത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് 41 വട്ടം ഓതുക. ശേഷം യാ അഹദ മൻ ലാ അഹദ ലഹു ഇൻഖതഅ അർറജാഉ ഇല്ലാ മിൻക വഖാബത്തിൽ ആമാലു ഇല്ലാ ഫീക യാ ഗിയാസൽ മുസ്തഗീസീന അഗ്സിനി 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 അഗ്സിനി. ഇങ്ങനെ 3 വട്ടം ഈ ദുആ ചെയ്യുക. അഥവാ അവസാനം പറഞ്ഞ അഗ്സിനി 7 വട്ടം ഓരോന്നിലും പറയണം. ഈ ദുആ ആകെ 3 വട്ടം ചൊല്ലണം. അതിനുശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്യുക.
ആ ദുആ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ യാ മൻ യക്ഫി മിൻ കുല്ലി അഹദിൻ വലാ യക്ഫി മിൻഹു അഹദുൻ യാ അഹദ മൻ ലാ അഹദ ലഹ് യാ സനദ മൻ ലാ സനദ ലഹ് ഇൻഖതഅ الرجاء إلا منك فكني مما أنا فيه وأعني على ما أنا عليه مما قد نزل بي بجاه وجهك الكريم وبحق سيدنا محمد صلى الله عليه وسلم എന്ന് ചൊല്ലിക്കൊണ്ട് വീണ്ടും നിങ്ങളുടെ ആവശ്യം അല്ലാഹുവിനോട് ചോദിക്കുക. ഇൻഷാ അല്ലാഹ് ആവശ്യം പൂർത്തിയാക്കി വീടപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ എളുപ്പത്തിൽ പൂർത്തിയാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.